ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചിക്കൻ എങ്ങനെ ഹാർഡാവാണ്ട് സോഫ്റ്റായിട്ട് ഫ്രൈ ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 500 ഗ്രാം ചിക്കൻ ക്ലീൻ ചെയ്ത് വച്ചിട്ടുണ്ട്. ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു മിക്സി എടുക്കുക. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു ഫുള്ള് വെളുത്തുള്ളി, 3 ചെറിയ ഉള്ളി ഇടുക, 3 പച്ചമുളക്, 2 ചെറിയ പീസ് ഇഞ്ചി. ഇത്രയും നമ്മൾ ജാറിലിട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ടതിന് ശേഷം 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുക. കുരുമുളകിൻ്റെ പൊടി ഇല്ലെങ്കിൽ നമ്മൾ മുഴുവനായിട്ടുള്ള കുരുമുളക് ഇട്ടാലും മതിയാവും. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു. 1 ടീസ്പൂൺ മുളക് പൊടി ഇടുക. കാശ്മീരി ചില്ലിയോ സാധാരണ മുളക് പൊടിയോ ഉപയോഗിക്കാം. 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ഇട്ടതിന് ശേഷം ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ആഡ് ചെയ്തത്. അപ്പോൾ അത് ഫുഡ് കളർ ഇഷ്ടമല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം, ഇടേണ്ട ആവശ്യമില്ല. കാശ്മീരി ചില്ലി പൗഡർ ഇടുമ്പോൾ തന്നെ കുറച്ച് കളർ കിട്ടുമല്ലോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്. ഇനി നമുക്ക് വേണ്ടത് മെയിനായിട്ടൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നാരങ്ങ. നാരങ്ങയുടെ നീരാണ് വേണ്ടത്. ഒരു 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് വേണം. അപ്പം നാരങ്ങയുടെ നീര് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് വിനീഗറും ഉപയോഗിക്കാം. നമ്മുടെ സാധാരണ സുറുക്കയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സുറുക്ക ഞാനിവിടെ 2 ടീസ്പൂൺ സുറുക്കയാണ് ഉപയോഗിച്ചത്. നമ്മൾ സുറുക്കയോ നാരങ്ങ നീരോ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചിക്കൻ സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇനി നമ്മളതെല്ലാം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത മസാല നമ്മൾ ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത ചിക്കനിൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മളൊരു 2 ടീസ്പൂൺ 2-3 ടീസ്പൂൺ മൈദ ആഡ് ചെയ്യുന്നുണ്ട്. മൈദയ്ക്ക് പകരം കോൺഫ്ലവറും യൂസ് ചെയ്യാം. ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസാലയൊക്കെ വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മൈദയോ കോൺഫ്ലോറോ ആഡ് ചെയ്യുന്നത്. ഇതെല്ലാം ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മസാലയൊക്കെ വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മിനിമം 1 മണിക്കൂർ വെച്ച ശേഷം ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ബാച്ച് ഫ്രൈ ചെയ്യാനിട്ടു. നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ തിരിച്ചും മറിച്ചും കുക്കാവാത്ത സൈഡ് ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്ത് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതൊന്നും വേവില്ല. ഫസ്റ്റ് ബാച്ച് അങ്ങനെ ഫ്രൈ ആയി. നമ്മളതെല്ലാം എടുത്ത് മാറ്റുകയാണ്. ഇനി എണ്ണയിലേക്ക് കുറച്ച് പച്ചമുളകും വേപ്പിലയും ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തു. നമ്മൾ ഗാർണിഷിങ്ങിന് വേണ്ടിയും ഒരു ഭംഗിക്ക് വേണ്ടിയാണത്. സെക്കൻഡ് ബാച്ച് ഇട്ട് വീണ്ടും ഫ്രൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട്
കമൻറ്റ് താഴെ പറയണം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു ഫ്രൈ ആണിത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.